എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറ കുട്ടനാട് എന്ന് പറയുന്ന പോലെ തമിഴ്നാടിൻ്റെ നെല്ലറയാണ് തഞ്ചാവൂർ എന്ന് പറയുന്നത്. നമ്മൾ തഞ്ചാവൂരിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളെ വരവേൽക്കുന്നത് ഇതുപോലെ വിശാലമായിട്ട് കിടക്കുന്ന ഈ പാടശേഖരങ്ങളാണ്. ചിലയിടങ്ങളിലൊക്കെ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ചിലയിടങ്ങളിൽ കൃഷിക്കായിട്ട് പാടശേഖരങ്ങൾ ഒരുക്കിയിട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ തീരത്തായിട്ടാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ തഞ്ചാവൂരിനെ തഞ്ചോർ എന്നും വിളിച്ചിരുന്നു. പ്രശസ്തമായ ബൃഹദീശ്വര ക്ഷേത്രം അല്ലെങ്കിൽ രാജരാജേശ്വര ക്ഷേത്രം അതിനെ ചുറ്റിപ്പറ്റി വളർന്നു വന്ന ഒരു പട്ടണമാണ് ഈ തഞ്ചാവൂർ. അതുകൊണ്ട് തന്നെ ക്ഷേത്ര നഗരങ്ങൾക്ക് ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ തഞ്ചാവൂർ. തഞ്ചാവൂരത്തെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ തഞ്ചാവൂരത്തെ മോർണിംഗ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് കുറച്ചും കൂടെ കഴിഞ്ഞ് നമുക്ക് ഓരോ സ്ഥലത്തേക്കൊക്കെ പോകണം. ഒന്ന് രണ്ട് അമ്പലം കൂടെ കവർ ചെയ്യാം എന്നുള്ള ഇന്ന് വൈകിട്ട് നമുക്ക് ട്രെയിനിൽ തിരിച്ചു പോകണം. അപ്പോൾ ഒന്ന് രണ്ട് അമ്പലം കൂടെയൊക്കെ കവർ ചെയ്തിട്ട് പോകാമെന്നോർത്താണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ചുമ്മാ തഞ്ചാവൂരിൻ്റെ രാവിലെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. ഇതിപ്പോൾ തഞ്ചാവൂരിൻ്റെ പഴയ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ജംഗ്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാവിലെ തന്നെ പൂക്കടയിലെ കച്ചവടങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിലയൊക്കെ തിരക്കിയപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വിലയുമായിട്ടൊക്കെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ ഓർത്തു തമിഴ്നാട്ടിൽ അത്യാവശ്യം പൂക്കൾക്കൊക്കെ വിലക്കുറവായിരിക്കുമെന്ന്. നല്ല ഭംഗിയായുള്ള പൂക്കളും മാലകളും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഇതുവഴി നടന്നു പോയപ്പോഴാണ് ഇതുപോലെയുള്ള ഫ്ലെക്സുകളും പോസ്റ്ററുകളെല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അണ്ണന്റെ ഫോട്ടോ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങനെ ചില വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കോലയൊക്കെ രാവിലെ വരച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാർക്കും ചെറിയൊരു ജിമ്മും നടക്കാനായിട്ട് രാവിലെ കുറെ പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തൊരു കുളമൊക്കെ ആയി. ഈ കുളം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഉള്ള കേട്ടോ. ഇഷ്ടം പോലെ മീനാണ് കേട്ടോ ഇവിടെ തിങ്ങി നടക്കുക. അടിയിലൊക്കെ ഒരു വൈറ്റ് കളർ ഉണ്ട്, അതൊരു ഫിഷാ കേട്ടോ. നല്ല വലിപ്പമുള്ള മീനൊക്കെയാണ്. എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ഈ പാർക്കിനകത്ത് ഇവർക്ക് ഫ്രീ ആണ്. ഇവർക്ക് നല്ല എല്ലാവർക്കും ഫ്രീ ആണ്. അപ്പം നല്ലതല്ലേ. മെയിൻ റോഡിൽ നിന്നും കുറച്ച് ദൂരം ഉള്ളിലോട്ട് നടന്നപ്പോഴാണ് ഈ ഒരു സ്ഥലം കണ്ടു കിട്ടിയത്. ഇവിടെ ചെറിയൊരു അമ്പലം കാണാം. രാവിലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. ഈ വഴിയിലൂടെ ഒരു 1 കിലോമീറ്ററോളം പോയാൽ മറാത്ത പാലസ് എത്തും. നമ്മൾ റൂമിൽ നിന്നും നടന്നാണ് മറാത്ത പാലസിലേക്ക് പോയത്. കുറേയൊക്കെ നടന്ന് കണ്ടതിന് ശേഷം വിശന്നപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് കരുതി ഫുഡ് പാഴ്സൽ മേടിക്കാനായിട്ട് ഞാൻ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കടയിൽ പോയി. രണ്ട് മസാല ദോശയാണ് ഓർഡർ ചെയ്തത്.
ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ട്. റൂമിലോട്ട് പോകും. നമ്മളങ്ങനെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ എത്തി. ഇവിടുത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡ്, പഴയ ഒരു സ്റ്റാൻഡ് വരുന്നത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ വരുന്നത്. തഞ്ചാവൂർ ചെന്ന് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ധന്യയ്ക്കും അന്നുവിനും ചെറിയൊരു പനിക്കോളൊക്കെ അടിച്ചു. രണ്ടുപേരും തീരെ അവശരായിപ്പോയി. എങ്ങും വരാനായിട്ട് പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ രാവിലെ അവിടെയൊക്കെ പോയി വീഡിയോ എടുക്കാൻ പോയത്. അല്ലെങ്കിൽ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു. എത്രയുണ്ട്? 101. രാവിലെ നമ്മൾ തഞ്ചാവൂരിൽ നിന്നും ഒരു 60 കിലോമീറ്റർ മാറിയുള്ള ഐരാവതേശ്വര ക്ഷേത്രം പോകാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഇവർക്ക് സുഖമില്ലാതായതോടെ ആ പോക്ക് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് നമ്മൾ നാട്ടിലെ ഡോക്ടറിനെ വിളിച്ച് മെഡിസിൻസൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നത് പ്രകാരം മേടിച്ച് നമ്മൾ കൊടുത്തിരുന്നു. അതിനുശേഷം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് കുറച്ച് പനിയൊക്കെ കുറഞ്ഞത്. നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ക്യാൻസൽ ചെയ്യണമെന്നോർത്ത് പോകുകയായിരുന്നു. ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ നല്ല അടിപൊളി വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും ആ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബൈ.